തുണിയാള് ആൾക്കാരില്ല കരിയില് പറഞ്ഞിട്ട് കാര്യമില്ല. എത്രങ്ങാനുമാണ് ഓരോ ദിവസം തിരുമ്പാന്. ഹൈ, മുറ്റടിച്ചോരിലുണ്ട് കഴിഞ്ഞാല് പള്ളന്റെ ഉൾക്കൂടെ ഒരു കത്തിക്കാളലാണ്. ഹൈ, ചായ കുടിച്ചാനാണെങ്കിൽ എനിക്കിപ്പോ അങ്ങനെയൊക്കെ പറയാ. ഈ ആണാണ്, എന്റെ കാര്യം അതേപോലെയല്ല. വരുന്നുണ്ടോ ഇന്ന് രാത്രിയോ? എനിക്ക് വയ്യ. ഞാൻ ഏതായാലും കാക്കു പോയിൻ്റെ ശേഷം ബോറടിച്ച് ചാവാണ്. ഇമ്മാനോട് എത്രയും നേരം സംസാരിക്കാം. എന്തായാലും ഈ വരുമ്പോ എനിക്ക് കൂട്ടായല്ലോ. സിലുവിന് എന്താ പണി? സിലുവാ, ഇമ്മ അവിടുന്ന് വിളിക്കുന്നുണ്ട് എന്നാ തോന്നണത്. ചായ കുടിച്ചിട്ടില്ല. ഈ ചായ കുടിച്ചോ? വരുമ്പോൾ എന്താ എനിക്കൊന്നും വേണ്ട. എന്നാ ഡയറി മിൽക്ക് കൊണ്ടര്. എനിക്കതാണ് ഇഷ്ടം എന്ന് എനിക്കറിയാലോ. എൻ്റെ ഒരു കാര്യമാണ് ഞാൻ ആലോചിച്ച് നോക്കണതേ. വേറെന്താ എനിക്കറിയില്ല. ഇപ്പോൾ അനിയനെ സ്നേഹിച്ചെങ്ങാണ്ട് ഏട്ടനെ കല്യാണം കഴിച്ച്, എന്നിട്ട് 2-3 മാസം കഴിഞ്ഞപ്പോൾ ഏട്ടൻ ഗൾഫിൽ പോയപ്പോൾ വീണ്ടും അനിയൻ്റെ ഒപ്പം തന്നെ. ആരും അറിയണ്ട. അതിനെ പിന്നെ കുറ്റപ്പെടുത്തിയിട്ടത്തെ കാര്യവും എനിക്കറിയായിരുന്നു ഈ ഓൻ്റെ അനിയനാണെന്നുള്ളത്. എനിക്കും അറിയില്ല. ഇനി അതിനെങ്ങനെയാ ഏട്ടന്മാരെ കല്യാണമൊക്കെ ആവുമ്പോളേ അനിയന്മാരെ അടുത്തു വേണേ. ഇതിപ്പോൾ കാക്കു എന്നെ കാണാൻ വന്നപ്പോൾ ഫ്രണ്ട്സിനെ കുട്ടിയല്ലേ വന്നത്, ഈ വന്നിട്ടൊന്നുമില്ലല്ലോ. പിന്നെ നിക്കായിൻ്റെ അന്നല്ല എന്നെ കാണുന്നത്. ഞാനേ വിചാരിച്ചു ഈ എന്താ ഇവരെ കൂട്ടത്തിലേന്ന്. പിന്നെയല്ലേ അറിഞ്ഞത് ഓൻ്റെ അനിയനാണെന്നൊക്കെ ഉള്ളത്. അതുകൊണ്ട് ഇപ്പോൾ കണ്ടിരിക്കാന്നില്ലേ. നല്ല കഥ. ഏട്ടൻ്റെ പെണ്ണുങ്ങളെയാണല്ലോ കണ്ടുകൊണ്ടിരിക്കണത്. ഒന്ന് പോകണ്ട അവിടുന്ന്. വേണം വന്നോട് ചായ എടുക്കുക. ഈ പെണ്ണിനെ അങ്ങോട്ട് കാണാത്തത് എന്തമ്മാ? ചായ കുടിക്കാൻ പാ. ചായ കുടിക്കാൻ വിളിക്കണ്ട്. ഉമ്മാക്ക് അറിയില്ലല്ലോ. ആയിക്കോട്ടെ. രാത്രി കാണും. വരുമ്പോ വാതിൽ തുറന്നേരിയ ഞാനോ? ഇമ്മ തുറന്നോട്ടെ. പിന്നെ വന്നാലും ഉമ്മാക്ക് സംശയത്തിനൊരിടയാവരുത് കേട്ടോ. സിലു, ഇജ്ജ് ഫോൺ വിളിയില്ല. എന്നാ കഴിഞ്ഞിട്ട് വാവും. ഞാൻ അപ്പോത്തിന് ചായ എടുത്തേക്കാം കേട്ടോ. അതാ വരുന്നേ. ഉമ്മാൻ്റെ സലാം പറയട്ടോ ഓനോട്. പറയാ. പിന്നെ സലാം ഉണ്ട് കേട്ടോ ഉമ്മാൻ്റെ മകന്. പക്ഷെ അനക്കല്ല, കാക്കൂനാണെന്ന് മാത്രം. ശരി എന്നാലും. വെള്ളം കുടിച്ചുമ്പോൾ തന്നെ ഒരു ആശ്വാസമാണ്. എന്നതാണ് കൊണ്ടേക്ക്. തരുമ്പോ ഞാൻ കൊണ്ടേക്കാം. അവൻ്റെ വിളി കഴിഞ്ഞോ? കഴിഞ്ഞു. ഡ്യൂട്ടിക്ക് ഇറങ്ങിയോ? കാക്കു ഡ്യൂട്ടിക്ക് പോയി. എന്നതാണ് വെക്ക്. പിന്നെ സിലുവോ? എന്തമ്മ? ഷാനു വരുന്നുണ്ടോല്ലോ ഇന്ന് രാത്രിക്കൊക്കെ എത്തുമെന്നറിഞ്ഞ്. എനിക്കറിയാമ്മ ഷാനു വരുന്നുണ്ട് എന്നല്ലേ. അങ്ങനെ ഇപ്പൊ എനിക്കറിയണേ. അത് കാക്കു പറഞ്ഞറിയും. കാക്കുന് വിളിച്ചിന് എത്ര. ഓര് തമ്മിൽ സംസാരിച്ചേക്കൂലേ. ഞാൻ കാര്യമൊക്കെ മാറി നിൽക്കണേ. രാത്രി 9-10 എത്തുമെന്ന് പറയുന്നുണ്ട്. ഇനി ഏതായാലും പോനിക്ക് ഇഷ്ടപ്പെട്ട ബീഫ് കറി തന്നെ ഉണ്ടാക്കുന്നത്. ബീഫ് കറി അവനക്ക് നല്ല ഇഷ്ടമാണെന്ന് ഞാൻ പറയുന്നത് കേട്ടിരിക്കണം. ഓന് ഇനിയിപ്പോൾ അവിടെ മടുത്തിക്കണം. ഇനി ഇവിടെ എന്തെങ്കിലും ജോലി നോക്കാന്നാണോ പറയണത്. അവിടെ ഫുഡും കാര്യങ്ങളൊന്നും ശരിയല്ലോ. മനു പോയി അവിടുന്ന് അവിടെ തൊട്ട് നമ്മളും ഒറ്റക്കല്ലോ, ഒരാണുങ്ങളില്ലാതെ. അപ്പം ഞാൻ എന്തായാലും വേണ്ടില്ല. ഞാൻ അങ്ങോട്ട് ഇവിടെ തന്നെ നിന്നോട്ടെ. ഷാനുവിൻ്റെ ഈ വരവ് എന്തിനാന്നില്ല ഇപ്പം എനിക്കല്ലേ അറിയുള്ളൂ. നടന്നോടുന്ന ചായ കുടിച്ചാൽ. ഇതെന്തമ്മ? ഷാനുവിൻ്റെ പുതപ്പാണേ. അപ്പോൾ പോയ അന്ന് ഞാൻ തിരുമ്പിങ്ങാണ്ട് അലമാരിക്ക് വെച്ചതാണ്. ഒന്ന് തിരുമ്പി വെക്കട്ടെ. ഓന് പൊടി പിടിച്ചിക്കണ എന്തോന്ന് അറിയില്ലല്ലോ വരുമ്പോൾ. അപ്പോൾ തിരുമ്പി വെക്കാൻ 2-3 ഷർട്ടുകളും ഉണ്ട്.
അങ്ങോട്ട് തന്നാളേ. അത് എനിക്ക് തിരുപ്പിടാനല്ലേ ഉള്ളൂ. അങ്ങോട്ട് തരി. അത് വേണ്ട, ഞാൻ ചെയ്തോണ്ട്. ഇതാ മെഷീൻക്കാണ് ഇട്ടാൽ മതിയല്ലപ്പോൾ. അത് കുഴപ്പമൊന്നുമില്ല പെണ്ണേ, ഞാൻ ചെയ്തോണ്ടേ. ഇമ്മ അങ്ങോട്ട് തന്നാണി. ഉം, എന്നാ. എന്നുവെച്ചാൽ മെഷീനൊക്കെ കൊണ്ടുപോയി ഇട്ടങ്ങാണ്ട് വന്നൂടെ. ഞാൻ എന്തായാലും ഓൻ്റെ ബുക്കും ഇതൊക്കെ ആകെ വലിച്ചു വാരിട്ടിക്കുക. അതൊക്കെ ഒന്ന് അടുക്കി പൊറുക്കി വെക്കട്ടെ. എന്നാല് ഇനിയിപ്പോൾ വന്നാൽ അങ്ങോട്ട് പോണില്ല എന്നല്ലേ പറഞ്ഞത്. ഷാനുവിൻ്റെ ബെഡ്റൂമും ബുക്കും എല്ലാം ഞാൻ ശരിയാക്കിക്കൊണ്ടുമ്മ. എനിക്കതൊന്നും ഇത്ര തോനെ പണി തോന്നിയിട്ടില്ല. ഇമ്മേ ബീഫ് കറി അത് എങ്ങനെയാ വെച്ചാൽ അത് റെഡിയാക്കിക്കോളി. ഇമ്മാൻ്റെ കറി കഴിക്കാറല്ലോ ഇഷ്ടം. അത് നോക്കിക്കോളി. ഇത് ഞാൻ നോക്കിക്കൊണ്ട്. എന്നാ ആയിക്കോട്ടെ. ബുക്സൊക്കെ ഇപ്പോൾ കബഡി ഇട്ട് കുറച്ച് ഏതരൊക്കെ പൊടി തട്ടാൻ തന്നെ തോന്നണം. ഇവനെന്തിനാ ഈ ബുക്സൊക്കെ എടുത്ത് വെക്കണതൊക്കെ ആർക്കെങ്കിലും കൊടുത്തൂടെ? ഇതൊക്കെ ഇപ്പം എനിക്ക് കാണുമ്പോഴേ ഭ്രാന്ത് പിടിക്കണേ. ഐ ലവ് യു സിലു. ഈ ചായ ഷാനുവിന് കൊടുത്താലോ? ഉമ്മ കാണോ? ഉമ്മ പുറത്താണ്. എന്തായാലും ഇന്നലെ വന്നിട്ടൊന്നും കണ്ടിട്ടില്ല. ഒന്ന് കാണലുമായി. ചെറുക്കൻ്റെ ഒരു ഉറക്കാണെങ്കിലോ. ഷാനു, ഡാ ഷാനു. ഹലോ, ഉറങ്ങിയതൊക്കെ മതി. എന്നാ ചായ ഇവിടെ വെക്കണ്ട, എടുത്ത് കുടിച്ചാട്ടോ. അവിടെ വെച്ചാ ഞാൻ എടുത്ത് കുടിച്ചോണ്ട്. ഡിമാൻഡ് ഒന്നും കാട്ടണ്ട, എടുത്തു കുടിച്ചോ. എനിക്ക് ബ്രഷ് ചെയ്യണേന്റെ മുന്നേ തന്നെ നീച്ച ഒരു ചായ കിട്ടണം എന്നുള്ളതൊക്കെ എനിക്കറിയാലോ. എന്റെ മൂത്തച്ചി എനിക്ക് ശരിക്ക് പഠിച്ചിക്കണല്ലോ. എന്നും ഇങ്ങനെ എന്റെ അടുത്തുനിന്ന് ചായ ഇട്ടെന്നൊന്നും വെച്ച് പ്രതീക്ഷിക്കണ്ട കേട്ടോ. വേണമെങ്കിൽ ഒരു പെണ്ണെ കെട്ടിക്കൊടുന്നോ. എനിക്ക് എനിക്കൊന്നും ചായ ഇട്ടരാൻ. എന്തിനാ എനിക്ക് വേറൊരു പെണ്ണ്? ഇയ്യന്നില്ല എന്റെ പെണ്ണ്. ഉമ്മ കേക്കണ്ട. ഉമ്മ എവിടുക്കാ പോയത്? ഉമ്മയൊക്കെ ഖദീജാത്താനോട് വേലിക്കെട്ടിന്റെ അവിടെ നിന്നാണ്ട് ഭയങ്കര സംസാരത്തില. അപ്പൊ ഞാൻ കൊണ്ടുവന്ന് തരാന്ന് വിചാരിച്ചു. മറ്റേത് ഉമ്മയല്ലേ എനിക്ക് കൊണ്ടുവന്ന് തരില്ലേ ഇവിടെ ഉണ്ടാവുമ്പോ. ഇമ്മ എടുക്കോ പൊയ്ക്കണല്ലേ എനിക്ക് മനസ്സിലായില്ലേ. എനിക്ക് ഇത്ര ധൈര്യമായിട്ട് കേറി വരില്ലല്ലോ. ശരി, ഇനി ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ കുറെ നേരം നിന്നാലേ ഉമ്മക്ക് ഡൗട്ട് അടിക്കാവോ. ഞാനാണ്ട് പോട്ടോ. മൂത്തച്ചി തുള്ളി ചൂടുവെള്ളം ഉണ്ടായി തരുമോ കുളിക്കാന്? ചൂടുവെള്ളോ? വേണമെങ്കിൽ ഉമ്മാനോട് ഉണ്ടായി തരാൻ പറയില്ലേ. വേഗം പെണ്ണട്ടിക്കോ. അത് മൂത്തച്ചി തന്നെ ഉണ്ടാക്കും. ആ, ഈ അതും പറഞ്ഞോടെ ഇരുന്നോ, ഞാൻ പോവാ. പഠിച്ചോനെ, വർത്താനം പറഞ്ഞു തിരുവങ്ങാട് പറ്റാ മറന്ന് മോനൊരു ഗ്ലാസ് ചായ കൊടുക്കാൻ. ചായ ഇനിയിപ്പോ ചൂടാറിയിക്കണാവോ. ഉമ്മ, ഷാനുവിനാണെങ്കിൽ ചായ ഞാൻ കൊണ്ടുപോയി കൊടുത്തേക്കണം കേട്ടോ. ഇത് കൊടുത്തോ? ഞാൻ ഇപ്പടെ വർത്താനം പറഞ്ഞക്കണേൻ്റെ ഇടയിലേ ഓടി വന്നതേ ഇനി കൊടുക്കാൻ മറന്നക്കണല്ലോ വിചാരിച്ചെങ്ങാണ്ട്. ഇത് കൊടുത്തല്ലോ, സമാധാനം ഉണ്ടായാലും. ആ സിലോ, ഞാൻ ഇന്നലെ പറയണമെന്ന് വിചാരിച്ചതാണ്. പിന്നെ ഇജ് 4-5 ദിവസം ആണെങ്കിൽ എൻ്റെ പെരയിൽ പോയി നിന്ന് പോര്. ഇവിടെ ഇപ്പം ഞാൻ ഒറ്റക്കാണ് എഴുതിങ്ങാണ്ടല്ലേ ഇജ് പോകാഞ്ഞത്. ഇനിയിപ്പോൾ ഷാനുണ്ടല്ലോ. ഇനി ഇമ്മട്ടി വേണമെങ്കിൽ പോയിങ്ങാണ്ട് ഒരു 5-6 ദിവസമോ ഒരാഴ്ചയൊക്കെ നിന്നുങ്ങാണ്ട് ഇങ്ങോട്ട് പോര് കേട്ടോ. അതിൻ്റെ ആവശ്യമില്ലമ്മ, ഞാനിപ്പോൾ പോണില്ല. അതിപ്പോൾ എന്തേ, പോയി പോര്. ഇനിയിപ്പോൾ ഉമ്മാനൊക്കെ കാണാൻ പൂതി ഉണ്ടാവില്ലേ? ഉമ്മാക്കും ഉണ്ടാവും എന്നെ കാണാൻ പൂതി. ഇനി പോയി പോരുന്നാല്. ഇല്ലമ്മ, ഞാൻ ഇവിടെ തന്നെ ഒന്നുണ്ട്.
പിന്നെ ഉമ്മാനെ വിളിച്ചപ്പോ ഉമ്മ അവിടെ ഇല്ലാന്നാ പറഞ്ഞത്. ഉമ്മാന്റെ വീട്ടിലേക്ക് ചുങ്കത്രക്ക് പോയിക്കണെന്നാ പറഞ്ഞത്. എന്നാ പിന്നെ ഒരു വരട്ടെ എന്നിട്ട് പോകാം. ഞാൻ എനക്ക് പൂതി അയക്കണമെങ്കിൽ വിചാരിച്ചങ്ങാണ്ട് പറഞ്ഞതാട്ടോ. ഇതൊക്കെ അങ്ങോട്ട് ചെത്തിങ്ങാണ്ട് തിന്ന വെറും ചോറും കഞ്ഞി ആയിട്ടാണ് ഈ ബലൂണ്ട മൈരി ഇങ്ങനെ വീർത്ത് വരുന്നത്. എന്തപ്പോ കാട്ടണത്? ഇനിയിപ്പോൾ ഷാനു വന്നുകൊണ്ട് വെച്ച അങ്ങോട്ട് വരാൻ വെച്ച ഞാൻ കുറച്ച് ദിവസം കഴിയട്ടെ എന്നിട്ട് വരാം. ഇത് പോന് പെട്ടെന്ന് ഇങ്ങോട്ട് വന്നതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ ഇപ്പോൾ എനിക്ക് സിരുവിനും കൂട്ടിങ്ങാണ്ട് 2 ദിവസം കദീസാത്താനോട് കോഴിക്കോടൊക്കെ അടച്ചേക്കാൻ പറഞ്ഞാണ്ട് നോക്കാൻ പറഞ്ഞാണ്ട് പോന്നാൽ മതിയേനി. അപ്പോൾ പെട്ടെന്ന് വിളിച്ചങ്ങാണ്ടാണ് വരുന്നുണ്ട് പറഞ്ഞത്. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ എത്താ കാട്ടുകയെന്ന് അറിയില്ല. എന്തായാലും നോക്കട്ടെ. ഇങ്ങക്കാണെങ്കിൽ ഇപ്പം ഇങ്ങോട്ടും വരാൻ വെച്ചല്ലേ കാലുകൊണ്ട്. കുറവില്ലേ കാലുവേദന? ഇനി എന്തായാലും കുറച്ച് ദിവസം കച്ചട്ടെ. ഇപ്പം തന്നെ ഞാൻ പോന്നാ ഇനി പോന് ദേഷ്യക്കാരി. ശരി. ഓൻ പോരൂലേ? ഓനെങ്ങനെ പോരുക? ഓനാകപ്പം ചെക്കന്മാരെ കാണാനേക്കാരും പതക്കണ എന്നെ. ഇനിയിപ്പം തന്നെ ഞാൻ അങ്ങോട്ട് കൂട്ടിയിട്ട് വന്നാൽ ഇനി പോന് വരാൻ തുടിച്ചു. ആയിക്കോട്ടെ എന്നാലേ. വലൈക്കും സലാം. എന്തമ്മ മൂത്തമ്മ പറയണേ? മൂത്തമ്മ ചെല്ലാൻ പറഞ്ഞ വിളിച്ച കാണാൻ പൂതി അയക്കണേ. കാലുവേദന ആയതുകൊണ്ട് ഇങ്ങോട്ട് വരാൻ പറ്റല്ലോ. സ്വഭാവം എനിക്കറിയില്ലേ. ഓനെന്തായാലും പോരലുണ്ടാവില്ല. അല്ലെങ്കിൽ 3 ആൾക്ക് ഒപ്പം പോയാൽ മതി. എനിക്കും അതിനിപ്പോൾ ഓൻ പോന്നിട്ടേ. അപ്പം ഞാൻ പിന്നെ വരാറിയിനി. ഇമ്മ പോയിക്കോളി. ഓൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കൊണ്ട്. എനിക്ക് കുഴപ്പമൊന്നുമില്ല. അത് വേണ്ട. അത് എനിക്കൊരാൾ ബുദ്ധിമുട്ടാവും. അല്ല മൂത്തമ്മ ഇങ്ങനെ പരാതി പറയല്ലേ. ഉമ്മ പോയിക്കോളി. നമ്മളന്ന് ഇവിടെ ചായയും കടിയും ചോറും കറിയൊക്കെ ഉണ്ടാക്കണതല്ലേ. ഓൻ രാവിലെ നീക്കണമെങ്കിൽ തന്നെ 8 മണിയാവും. പിന്നെ ചായയും കടിയും കുടിച്ചു കഴിഞ്ഞാൽ ഓനോടെ ഫ്രണ്ട്സിൻ്റെ കൂടെ പോവും. പിന്നെ ഉച്ചക്ക് ചോറ് തിന്നു കഴിഞ്ഞാൽ കുറച്ചു നേരം അതിൻ്റെ ഉള്ളിൽ കടന്നുറങ്ങിയിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ ഫുട്ബോൾ കളിക്കാനോ ക്രിക്കറ്റ് കളിക്കാനോ ചെക്കന്മാരെ കൂടെ സിനിമ കാണാനൊക്കെ പോയാൽ ഓൻ വരുമ്പോൾ 10:30 ആവൂലേ. അപ്പോൾ ചോറും കറി എടുത്തു കൊടുത്താൽ പോരെ. ഓനെക്കൊണ്ട് എനിക്കെന്താ ബുദ്ധിമുട്ട്? ഉമ്മ പോയിക്കോളി. ഉമ്മ അവിടെ പോയിട്ട് 4 ദിവസമോ ഒരാഴ്ചയൊക്കെ നിന്നിട്ട് വരി. എന്നാ പിന്നെ അങ്ങനെ ചെയ്താലോ. എനിക്കും തന്നെ മൂത്തന്മാരങ്ങനെ കാണായിട്ടേ ഇടങ്ങാറായിക്കണേ. ഒച്ചയും കൂടിയും കേട്ടപ്പച്ച് പോകായിട്ട് ഒരുമാതിരി. എന്നാ അങ്ങനെ ചെയ്യാലേ. എനിക്കൊരാങ്ങളല്ലല്ലോ അമ്മ. എനിക്കെൻ്റെ ആങ്ങളുടെ പോലെയാണോ? എന്തായാലും ഇഞ്ചിയും മനുവിൻ്റെയും ഭാഗ്യം അന്നെ പോലത്തെ ഒരു പെൺകുട്ടീനെ കിട്ടിയത്. ഇന്നത്തെ കാലത്തെ പുതിയാപ്പിളാരെ തന്നെ ശരിക്കും നോക്കാൻ നേരം ഉണ്ടാവില്ല. എന്നിട്ടാണ് ഇപ്പം ഇളച്ചനെ നോക്കാ പറയുന്നത്. ഇഞ്ച കുട്ടീൻ്റെ ഭാഗ്യം അവിടെ കഷ്ടപ്പെടുന്നതിനൊക്കെ. അല്ല എന്താ. മൈ ഡ്രസ്സ് ഒന്നാണ്ട് വെക്കും. അത് ഷാനുവിൻ്റെയാണ്. അങ്ങോട്ട് കാട്ട്. അത് ഇജ്ജ് ഇപ്പം മടക്കണ എന്തിനാ? അതൊക്കെ ഞാനും മടക്കി കൊണ്ടേ വെക്കൂലേ. ഇജ്ജ് എൻ്റെതും ഇൻ്റെതൊക്കെ ചെയ്താൽ മതി. ഓൻ്റെയൊക്കെ ഞാൻ നോക്കിക്കൊണ്ട്. എനിക്കെന്തൊരു ബുദ്ധിമുട്ടമ്മ. എനിക്ക് ഇടങ്ങേറും ബുദ്ധിമുട്ടൊന്നും തോന്നണില്ലെങ്കിലോ എനിക്കിതൊക്കെ കാണുമ്പോൾ ഒരു സങ്കടമാണ്. എന്തായാലും വേണ്ടില്ല. ഓനിപ്പോൾ 10-25 വയസ്സാവാനായില്ലേ. ഓനെക്കൊണ്ട് ഇനി ഒരു പെൺകുട്ടിനെ കെട്ടിച്ചു കൊടുക്കണം. നല്ലൊരു പെൺകുട്ടിനെ കണ്ടുപിടിച്ചുകൊണ്ട് ചെയ്യുന്നുണ്ട്. ഇമ്മ വിളിച്ചുമ്പോൾ അവിടെ അടുത്തൊക്കെ നല്ല കുട്ടികളുണ്ടോ ചോദിച്ചു നോക്ക്. ഉമ്മാരെ പരിചയത്തിലോ കൂട്ടുകാരത്തിയാളോ ആരെങ്കിലും ഒക്കെ കേട്ടോ ചോദിച്ചു നോക്കണ്ടേ. അങ്ങനെ ഒരു കുട്ടി വന്നാൽ അനക്കൊരു കൂട്ടാവും ചോദിച്ചോലോ. അല്ല എന്താ എൻ്റെ മുഖത്തൊരു വാട്ടം? എന്താ പറ്റിയത്? ഇനിയിപ്പോൾ ഓൻ പെണ്ണെട്ടിക്കൊണ്ടെന്നാൽ എന്നോട് എനിക്ക് സ്നേഹം ഉണ്ടാവില്ല എന്നാണെന്നുണ്ടെങ്കിൽ അത് വിചാരിച്ചണ്ട. എനിക്ക് മനും ഷാനും എങ്ങനെയാണ് അതേപോലെ തന്നെ ഇക്കാര്യം എനിക്ക് കയറി വരുന്ന പെൺകുട്ടിയാവും. അതിലൊന്നും വെച്ച് സങ്കടപ്പെടണ്ട കേട്ടോ. അങ്ങനെയൊന്നുമില്ല അമ്മ. എന്നാലേ ഞാൻ തിരുമ്പി കുളിച്ച് വരാം. ഷാനു എന്താ പണി? വെറുതെ റീൽസ് കണ്ട് കിടക്കല്ല. എന്താ? എന്നാലേ ഫുഡ് കഴിക്കുമ്പോൾ നേരം 1:30 എനിക്ക് ഉച്ചക്ക് കുറച്ചേരം കടന്നിട്ടില്ലേ. നല്ല തലവേദന ഇക്കാരം. ഉമ്മ പോയതുകൊണ്ട് തന്നെ ഞാൻ പറയണത് കേൾക്കേണ്ടി വരും കേട്ടോ. വായിക്ക് രുചിയുള്ളൊരു ആഹാരം ഇനി കിട്ടൂലേ. ആ കളിയൊക്കെ ഒന്നും വേണ്ട. ഉമ്മാനോട് ഞാൻ പറഞ്ഞേ
അന്നെ ഞാൻ നോക്കിക്കൊണ്ടിരുന്ന ഞാനൊക്കെ ചോറും കറിയും തരാതെ അന്നെ പട്ടിണി കിട്ടാലേ ഉമ്മ കുറച്ച് കഴിഞ്ഞ് വിളിച്ചാല് അനക്കൊന്നും തന്നില്ല പറഞ്ഞാലേ ഉമ്മ ഇപ്പടെ വരും. ഞാൻ എന്തായാലും ഉമ്മാനോടൊന്നും പറയാൻ പോണില്ല. നമുക്ക് കിട്ടിയ അവസരമൊക്കെ എന്തിനാ നമ്മള് വെറുതെ പായാക്കി കളയുന്നത്. എന്നാ വാ. ഞാൻ ചായയും കൊണ്ട് വന്നപ്പോ പറയണമെന്ന് കരുതിയതാ. ഈ ഇപ്പൊ തടിയൊക്കെ പോയി ഒന്ന് ചുറുക്കൊക്കെ വെച്ച് സുന്ദരി ആയിക്കണല്ലോ. എനിക്കിപ്പോ അങ്ങനെ തോന്നിയിട്ടില്ല. അനക്ക് തോന്നണത് ഇന്റെ കുഴപ്പമില്ലല്ലോ. എന്റെ ആ പഴയ സ്വഭാവത്തിനുണ്ടല്ലോ ഒരു മാറ്റവും വന്നിട്ടില്ല, അതേപോലെ തന്നെ. ഇമ്മയും മനു പറയിച്ച ഒരു പാവം പൂച്ചക്കുട്ടിയാണെന്ന് എനിക്കല്ലേ ഇപ്പൊ ശരിക്കറിയുള്ളൂ. ഇന്റെ ഭംഗിനെ പറ്റി ഇനി ഇജ്ജ് കൂടുതൽ പറയണ്ട. അതൊക്കെ ഇനി കാക്ക നോക്കിക്കോളും, ഈ ഇപ്പൊ ഒന്നും നോക്കണ്ട. എന്താടി ഈ ജോലി പറഞ്ഞ ഇന്നെ ഇടങ്ങാറാക്കണത്? എന്താന്ന് പനിക്കന്നെ അറിയില്ലേ? എന്റെ കുഴപ്പം കൊണ്ട് തന്നെയല്ലേ. ഇവിടുന്ന് കോളേജ് മാറിപ്പോയാല് അവിടെ ചെന്നാൽ എനിക്ക് നല്ല മാർക്ക് കിട്ടും, ജോലി പെട്ടെന്ന് കിട്ടും എന്നൊക്കെ പറഞ്ഞാണ്ട് പോയതാണല്ലോ. അതിനാൽ പിന്നെ കാണലുമില്ല, മിണ്ടലുമില്ല, സംസാരിക്കലുമില്ല. പിന്നെ അന്ന് അത്രയും വർഷം മനസ്സിൽ കൊണ്ടു നടന്നുകൊണ്ട് തന്നെ ആ ഒരു ഇഷ്ടം ഇപ്പോഴും ചെറുതായിട്ട് മനസ്സിൻ്റെ ഉള്ളിലുണ്ട്. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നീ വാ കഴിക്കാൻ വാ. കഴിക്കാനില്ല, എന്റെ മൂഡ് തന്നെയാണ് കളഞ്ഞല്ലേടി. ഇനിയിപ്പോൾ അതിനെ പറ്റിയൊന്നും പറയണ്ട. സിലുവോ, സിലുവോ ഉറങ്ങിയോ? എടി വിക്സ് ഒന്ന് എടുത്തു തരുമോ? നല്ല തലവേദനയാണ് എനിക്ക്. പറ്റിയ ഷാനിയോ, വെള്ളം മാറി കുളിച്ചിട്ടായിരിക്കൂലേ? എന്നാ സിലുവോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. പിന്നെ എനിക്ക് എന്നെ കാണണം തോന്നി. എന്താ ഷാനു ഈ പറയണത്? ഫോണിൽ കൂടെ അല്ല സംസാരം, എല്ലാം ഓക്കെ. ഈ വന്നാ ഞമ്മ കുറച്ചേരം എന്റെ റൂമിലിരുന്ന് സംസാരിക്കാം. വാ. ഞാൻ വരില്ല. എടി കാന്താരി, ആളാകാൻ നിക്കണ്ട കേട്ടോ. ഇങ്ങോട്ട് വന്നിട്ടില്ലേ അങ്ങോട്ട് വരാൻ എനിക്ക് നല്ലോണം അറിയും. ഷാനു, ഈ വന്നതിന് ശേഷമാണ് എൻ്റെ ബോറടിയൊക്കെ മാറിയത്. മറ്റേത് കാക്കുണ്ടാകുമ്പോൾ ഇടയ്ക്ക് ചായ കുടിക്കാനും അല്ലെങ്കിൽ എവിടേക്കെങ്കിലൊക്കെ ആയിട്ട് ഞാനും കാക്കും പോകലുണ്ടായിരുന്നു. ഭയങ്കര സങ്കടമായി കാക്കു പോയപ്പോൾ. അപ്പോൾ ഈ വന്നപ്പോഴാണ് ഞാൻ ഹാപ്പി ആയത്. എന്റെ മാത്രമൊന്നല്ല, എന്റെ കാര്യം അങ്ങനെ തന്നെ സിലുവോ. മനു പോയിടുമ്പോ തൊട്ട് ഞാൻ ഇങ്ങോട്ട് വരാൻ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ പറ്റണ്ടേ, ഇപ്പോഴാണൊക്കെ ഒന്ന് ശരിയായത്. ഇനി പണ്ടത്തെ പോലെ അടുത്താലേ എനിക്ക് പേടിയാണ്, പിന്നെ നമ്മളെ കൊണ്ട് പിരിയാൻ കഴിയൂല. പിന്നീട് എൻ്റെ ഭാവിയും എൻ്റെ ഭാവിയും ഒന്നും ഇല്ലാണ്ടാവും. കാക്കുവിൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനാണ്. ഞാൻ നന്നായിട്ട് എന്നെക്കാളും കെയർ ചെയ്യുന്നുണ്ട് കാക്കുവിനെ. അത് ശരി, ഇന്റെ ഏട്ടൻ എന്റെ കെട്ടിയോനാണ്. അപ്പൊ ആരെന്ത് ചെയ്തെന്നാലും ഒന്നും പറയില്ല, എനിക്ക് അങ്ങനെ പറ്റുമോ? ആ കാക്കു വിളിക്കുന്നുണ്ട്. ഒന്നും ഉണ്ടല്ലോ കേട്ടോ, ഞാൻ ഈ കടന്നുറങ്ങാണെന്നാ പറയാ. ഒന്ന് സംസാരിക്കല്ലേ കാക്കുവോ? വലൈക്കും അസ്സലാം. എപ്പോ വിളിച്ച്? ആ അപ്പം ഞാൻ കുളിക്കേനി, കേട്ടിട്ടില്ല. ആ ഇനി ഷാനു റൂമിൽ ഉറങ്ങാണ് എന്നാ തോന്നണത്. ആ ഓ കേട്ടിട്ടുണ്ടാവില്ല. ആ ഷാനുവിനൊക്കെ ഞാൻ നല്ലപോലെ നോക്കുന്നുണ്ട്. നിങ്ങൾ പറഞ്ഞിട്ട് വേണമല്ലോ ഇപ്പം ഷാനുവിനെ എനിക്ക് നോക്കാൻ. ഓനെൻ്റെ അനിയനല്ലേ, ഓനെ ഞാൻ നോക്കാണ്ടിരിക്കോ? ഉമ്മ എന്തായാലും 2 ദിവസം കൂടി കഴിയുമായിക്കാരം. ഇപ്പം 4 ദിവസമായില്ലേ, ഒരാഴ്ചക്ക് എന്ന് പറഞ്ഞാൽ പോയത്. ആ വെയില് കൊള്ളു തന്നെ, അല്ലാതെ എന്താ ചെയ്യണം, മരുഭൂമിയല്ലേ. ആ ശരി എന്നാ. ആ വലൈക്കും അസ്സലാം. ആ പാവണ്ട് കാക്കു, അവിടെ നല്ല വെയിലാണ്, ഭയങ്കര കഷ്ടമാണ്. പിന്നെ വീടൊക്കെ ഒന്ന് നന്നാക്കണ്ടേ, ഷാനുവിൻ്റെ കല്യാണം ആകുമ്പോഴത്തേനൊക്കെയാണ് ഇപ്പോൾ കാക്കു പറയുന്നത്. ഈ ഇങ്ങനെ മൂത്തച്ഛനെ ലൈനടിച്ച് നടന്നു. ഞമ്മക്ക് ഇനി മനു വന്നിട്ട് ഈ മനുവിനെ കൊണ്ടൊന്നാണ് കെട്ടിക്ക. എങ്ങനെയുണ്ട്? അല്ലേ ഈ മക്കള് വാതിലൊക്കെ ചാരിച്ചിങ്ങാണ്ട് പോയി ഒടുക്കാ പോയിക്കുന്നത്. കടന്നുറങ്ങുണ്ടാവും, ഉച്ച സമയല്ലേ. എയിലെ പോയാലും ഈ അവനാൻ്റെ പെരേക്കും അവനാൻ്റെ റൂമുക്കും കട്ടിലുമ്പൊക്കെ ഇത്ര സുഖം ഉണ്ടല്ലോ, വേറെ എയിലെ പോയാലും കിട്ടൂല. എവിടെ ഇറ്റങ്ങള്? സിലുവിൻ്റെ സൗണ്ട് കേൾക്കില്ല, ഉറങ്ങാ പെണ്ണ്. ഞാൻ എയില് പോയാലും എന്റെ മനസ്സിൽ എൻ്റെ ഒരു മുഖം തന്നെയുള്ളൂ. അത് ഞാൻ അങ്ങോട്ടും അങ്ങനെ തന്നെയാണ് ഇക്കാര്യം. നമുക്കിടയിലില്ല ഈ ഒരു സമാധാനം സന്തോഷം ഉണ്ടല്ലോ, അതിന് ഏത് പെണ്ണ് കയറി വന്നാലും എന്റെ ലൈഫിലില്ല. ഷാനു, നീ ഇല്ലാണ്ട് എനിക്കും പറ്റുന്നില്ല.
പഠിച്ചോനെ എന്തൊക്കെയാ ഈ കേക്കണേ ഞാന് എന്തൊക്കെയാ ഇവിടെ നടക്കണത് അമ്മ ജാനു എന്തൊക്കെയാ ഞാൻ ഈ കാണുന്നത് അമ്മ നിങ്ങൾ വിചാരിക്കും പോലെ ഒന്നുമില്ല അമ്മ ഇജമുണ്ടരുത് അന്നെ ഞാൻ ഇങ്ങനെയൊന്നല്ല കരുതിയത് ഷാനു ഓളെന്റെ മൂത്തച്ചിയാണ് എൻ്റെ ഏട്ടൻ്റെ പെണ്ണുങ്ങളാണ് ഓള് പക്ഷെ ഓളപ്പ എന്തൊക്കെയാ ഞാൻ ഈ കാണയിച്ച് വെച്ചാതേക്കണ് എടി ഇഞ്ച മകൻ അവിടെ കഷ്ടപ്പെടുന്നത് അനക്കും കൂടി മാണ്ടിയിട്ടല്ലേ അതിനെയാണല്ലേ ചെയ്ക്കോലം കാട്ടിയത് ഓല ആണുങ്ങളാണെന്നെങ്കിലും പറയാം അന്നെ ഞാൻ ഇങ്ങനെ വിചാരിച്ചിട്ടില്ല ഇജ് ആങ്ങളെൻ്റെ പോലെ അറിഞ്ഞപ്പോളേ എൻ്റെ മനസ്സൊക്കെ ഉണ്ടായ സന്തോഷം ഞാൻ എന്തെല്ലാം പറഞ്ഞിക്കണ എന്നെ പറ്റി നല്ലതെന്നറിയപ്പോൾ പോരിൻ്റെ വൈക്കലും കൂടി എന്നെ ഓർത്തങ്ങാണ്ട് പോകുന്നതാണ് ഈ ചടങ്ങാറാവും കരുതിയിട്ട് ഇങ്ങോട്ടിത് മാണ്ടില്ലേ ഇനി അന്നെ ഞാൻ എങ്ങനെ ഞാൻ കൊണ്ടു നടന്നത് ഞാൻ ചാനു ഇതെന്നാ തുടങ്ങിയത് എന്തത് സംഭവം എന്താണ് ഇമ്മ ഞാനും സീലും കോളേജ് പഠിച്ച കാലം തൊട്ടേ ഞങ്ങള് നല്ല ഇഷ്ടത്തിലേനി പിന്നെ ഇഞ്ചി ജോലിയും കാര്യങ്ങളൊക്കെ ശരിയാക്കാൻ വേണ്ടിയാണ്ട് ഞാൻ അവിടുന്ന് മാറ്റം കിട്ടി പോന്നപ്പോ പിന്നെ ഞങ്ങള് തമ്മിൽ ടച്ച് ഇല്ലാതായതാണ്. നിങ്ങൾ തമ്മിൽ കോളേജിൽ നിന്ന് കണ്ടിക്കണമെന്നല്ലാതെ ഇമാതിരി ഇതുണ്ടാവുന്നപ്പോ ആരേലും കരുതി അനക്കും ഇങ്ങോട്ടൊന്നും പറയാൻ തോന്നിയിട്ടില്ലല്ലോ അതാ ഞാൻ ആലോചിച്ച് നോക്കണത് ശരിയാണമ്മ ഷാനു പറഞ്ഞത് ഞങ്ങൾ രണ്ടാളും നല്ല അടുപ്പത്തിലേനി കോളേജ് പഠിച്ചപ്പോൾ പിന്നെ ഷാനു കോളേജ് മാറിപ്പോയപ്പോൾ ഞങ്ങൾ തമ്മിലൊരു ബന്ധമില്ലാണ്ടായി പിന്നെ എനിക്കറിയില്ല എനിക്ക് കാക്കുവിനെ കാണാൻ വന്നപ്പോഴൊന്നും കാക്കുവിൻ്റെ അനിയനാണ് ഷാനു എന്നുള്ളത് നിക്കായിനെ കണ്ടപ്പോൾ അമ്മായിൻ്റെ മക്കളൊക്കെയാണ് പറഞ്ഞത് ഷാനു അനിയനാണ് കാക്കുവിൻ്റെന്ന് അത്ര ഇഷ്ടം നിങ്ങൾക്ക് രണ്ടാൾക്കുണ്ടെങ്കിലേ നിശ്ചയത്തിനല്ലേ ഓനെ കാണാത്തുള്ളൂ നിക്കായി നിങ്ങൾ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടില്ലേ അപ്പൊ പറഞ്ഞിക്കണമെങ്കിൽ ഇപ്പൊ ഇത് ഈ ഗതിക്കെത്തുവയ്യും എങ്ങനെ ഞാൻ എൻ്റെ കുട്ടീനോട് ഇനി ഈ വിവരം പറയാം എന്താണെങ്കിലും മാണ്ടില്ല രണ്ടാളോട് വെയിറ്റ് ഞാൻ പറയാണ് ഈ ബന്ധം മുന്നോട്ട് പോകാൻ ഞാൻ അയക്കൂല എത്രയും പെട്ടെന്ന് പഠിപ്പും വിദ്യാഭ്യാസവും ഒന്നും നോക്കണ്ട കിട്ടണ ഏതെങ്കിലും കുട്ടികളെ വേഗം കെട്ടിക്കൊണ്ടിരുക നിക്കായിച്ചൊന്നും ഞെടണ്ട വേഗം കെട്ടിക്കൊണ്ടിരുക അതെന്നെ നടക്കുള്ളൂ വേറെ ഇതിലൊരു വർത്താനം എനിക്ക് പറയാനില്ല എനിക്കൊരു പെണ്ണിനെ നിങ്ങൾ തരേണ്ട കാര്യമില്ലമ്മ. ഷാനു ഇജന്റെ കാക്കാന്റെ ജീവിതം വെച്ച് കണ്ടാ കളിച്ചത് ഇമ്മ എനിക്ക് സ്ഥിരമില്ലാതെ പറ്റൂല. അന്ന് ഓള് നല്ലോണം പഠിച്ച് ജോലി ആയിട്ടോളെ കെട്ടിച്ചുള്ളൂ പറഞ്ഞ ഉറപ്പിലാണ് ഞാൻ പോയത്. പിന്നെ നമ്പറും ഫോണൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ട് ഓളി നടന്നില്ല. ജോലിയൊക്കെ ആയിട്ട് ഞാൻ ഓളടുത്തേക്ക് തിരിച്ചു വരണമെന്ന് വിചാരിച്ച ആളെന്നെയായിരുന്നു. ഇതിപ്പോ എങ്ങനെയാവുന്ന ആരെങ്കിലും കരുതിയോ? എനിക്ക് എന്തായാലും ആ ഓളില്ലാതെ പറ്റൂല. ഇമ്മ എനിക്ക് സ്ഥിരമില്ലാതെ പറ്റൂല. നിങ്ങളെ മനുവിനോട് വേറൊരു പെണ്ണെട്ടാൻ പറഞ്ഞോളി. സമ്മതിച്ചൂല എനിക്ക് എന്തായാലും വേണ്ട. പിന്നെ പറ്റോ എങ്ങനെ നാട്ടുകാർക്കും പെരക്കാർക്കും ബാക്കിക്കാരൊക്കെ ഇടയിൽ കൂടെ എങ്ങനെ ഇഞ്ച പെണ്ണുങ്ങളാണ് കാരണം കൊണ്ടെടുക്കാൻ. എനിക്ക് എന്തായാലും ഒരു പെൺകുട്ടിന്റെ ഭാവി ഞാനായിട്ട് ഇല്ലാതാക്കൂല. എനിക്ക് വേണ്ടേനു. നിങ്ങൾ എന്തെന്നെ പറഞ്ഞിട്ടും കാര്യമില്ല. ഷാനു ഇജെന്ത് പറഞ്ഞിട്ടും കാര്യമില്ല എനിക്ക് ഈ മൂത്തച്ഛനെ അല്ലാതെ എനിക്ക് വേറെ ആരും കിട്ടിയില്ല ഞാൻ എന്തായാലും വേണ്ടില്ല എൻ്റെ കല്യാണം ഞാൻ എത്രയും പെട്ടെന്ന് അത് ഈ മാസത്തിൽ നടത്താൻ പറ്റുമെങ്കിൽ ഈ മാസം തന്നെ ഞാൻ നടത്തി കാണിച്ചു തരാം നിങ്ങൾ ഇനി എന്ത് തന്നെ പറഞ്ഞിട്ടും കാര്യമില്ല. അത് നടക്കൂല കേട്ടോ. നിങ്ങൾ ഇനി എന്താ ആഗ്രഹിച്ചിട്ടും കാര്യമില്ല. സിലിയോ വരിമ്മ ഈ വിവരമായിട്ട് മനു അറിഞ്ഞിക്കണോ ഇല്ല കാക്കുനൊന്നും അറിയില്ല ഞാൻ പറഞ്ഞിട്ടില്ല ഞങ്ങളങ്ങനെ ഒരു കോളേജിൽ പഠിച്ചതാന്ന് ഉമ്മാക്ക് അറിയണ പോലെ തന്നെ കാക്കൂനും വേറൊന്നും അറിയില്ല ഓനെ ഈ വിവരം അറിയിച്ചണ്ട ഓനെ നല്ല ആരെയും അറിയിച്ചണ്ട നമ്മൾ മൂന്നാളും മാത്രം അറിഞ്ഞാൽ മതി എൻ്റെ വേദന അനക്ക് മനസ്സിലാവില്ല എന്തോ ഒരു സന്തോഷത്ത് കഴിഞ്ഞ കുടുംബമാണത് ഇല്ലാതാക്കരുത് ഉമ്മാൻ്റെ അവസ്ഥ എനിക്ക് മനസ്സിലാവും ഷാനു എന്തായാലും ഇതിന്ന് ഒഴിഞ്ഞ് മാറൂല എന്നാ ഓൻ പറയണത് ഓനിക്കിപ്പോ ഓൻ്റെ കാര്യമാണ് വലുത് ഏട്ടനെ പറ്റിയൊന്ന് ചിന്തിച്ചാനേ ഓനെ കൊണ്ട് കജൂല ഇന്നലെ വിളിച്ചപ്പോഴും കൂടി വെയിലും ചൂടാണ് ഉമ്മ എന്ന് പറയാനുണ്ടായിനി മനു നിൽക്കാൻ കജണില്ലാന്നൊക്കെ ആ ഓനെയാണല്ലോ ഈ ജോനും കൂടി ചേർന്ന് ഇങ്ങനെ കാട്ടണേന്ന് ആലോചിച്ചപ്പോഴാണ് എനിക്ക്
എനിക്കറിയോ ഞാൻ എന്ത് സന്തോഷത്തിലാണ് അവിടുന്ന് വന്നത് മൂത്തമ്മാൻ്റെ അവിടുന്ന്. അവിടെ അയലോക്കത്തൊരു പെൺകുട്ടിയുണ്ട്. ഞാൻ മൂത്തമ്മയും മൂത്തമ്മാൻ്റെ മരുകളൊക്കെ പോയി ഇന്നലെ കണ്ടിക്കണ്. കുഴപ്പമില്ലാത്ത ഷാനുവിന് ചേർന്നൊരു പെൺകുട്ടിയാണ്. അപ്പോൾ ഞാൻ പോയി കണ്ടപ്പോൾ എനിക്ക് പറ്റിയപ്പോൾ അടുത്ത ഞായറാഴ്ച ഷാനുവിനെയും കൊണ്ട് വരാറുണ്ട്. കണ്ട സന്തോഷം പറയാൻ മഴയോട് ഓടിക്കയച്ച് വന്നതാണ് ഞാൻ. അപ്പോഴെല്ലാം ഇവിടുത്തെ അവസ്ഥകൾ അറിയണത്. ഷാനുവിനെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇജ് മനസ്സിലാക്കി കൊടുക്കണം. ഒരു താത്താൻ്റെ സ്ഥാനത്ത് നിന്ന് എനിക്ക് എന്നോട് ഒന്നേ പറയാനുള്ളൂ, ഇതൊക്കെ ഇജ് മറക്കണം. എന്നിട്ട് ഷാനുവിനൊരു കല്യാണത്തിന് ഇജ് നിർബന്ധിപ്പിച്ചണം. ഞാൻ ശ്രമിച്ചമ്മ. ഉമ്മാക്ക് ഞാൻ എന്നോട് അത്രേ പറയാനുള്ളൂ. ഇജൊന്ന് ശരിയാക്കണം അവനോട് പറഞ്ഞങ്ങാണ്ട്. അതിന് വേണമെങ്കിൽ ഞാൻ എൻ്റെ കാല് പിടിച്ച എന്നാലും വേണ്ടില്ല, കുടുംബം അല്ലാതെ ആക്കരുത്. നമുക്കിനി കാത്തിരുന്ന് കാണാം. ഷാനുവും സിലുവും ഒന്നാവുമോ, വീട് വിട്ടിറങ്ങേണ്ടി വരുമോ, അതോ സിലുവിന് ഷാനുവിനെ മറ്റൊരു കല്യാണത്തിന് നിർബന്ധിപ്പിക്കുമോ? ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. അടുത്ത എപ്പിസോഡിനായിട്ട് കാത്തിരിക്കുമെന്ന പ്രതീക്ഷയോടെ കുട്ടിമാനും കുഞ്ഞോളും യൂട്യൂബ് ചാനൽ.